ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഉള്ളത്. ഇപ്പോൾ പുലർച്ചെ 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പളനിയിലേക്കാണ്. പാലക്കാട് നിന്ന് പളനിയിലേക്കുള്ള യാത്രയാണ്. 4:20 കേട്ടോ ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. ഇതാണ് ട്രെയിൻ നമ്പർ 16343 അമൃത എക്സ്പ്രസ്. ഈ ട്രെയിനിലാണ് നമ്മൾ പളനിയിലേക്ക് പോകുന്നത്. ഈ ട്രെയിൻ എടുക്കുന്നത് ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നാണ് കേട്ടോ. ഈ തമിഴ്നാട്ടിലെ രാമേശ്വരത്തേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. രാത്രി 8:30 മണിക്ക് ട്രിവാൻഡ്രത്ത് നിന്നെടുത്ത് പാലക്കാട് ജംഗ്ഷനിൽ പുലർച്ചെ 4 മണിയോടെ എത്തും കേട്ടോ. ഇവിടെ ഒരു 20 മിനിറ്റോളം നിർത്തിയിട്ടതിനു ശേഷമാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് പളനിയിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ ദൂരമാണുള്ളത്. ഇതിൽ ജനറൽ കോച്ചിന് 55 രൂപയും സ്ലീപ്പറിന് 150 രൂപയാണ്. ഞാൻ പിന്നെ ഓൾറെഡി ബുക്ക് ചെയ്തതായിരുന്നു സ്ലീപ്പർ കോച്ച്. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. 4:20 നിന്ന് 4:35 ട്രെയിൻ എടുത്തത്. ഒരു 1/4 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്താണെന്നറിയില്ല. അപ്പം നമ്മളെ യാത്ര പളനിയിലേക്കാണ്. എൻ്റെ ട്രാവൽ വീഡിയോ കാണുന്നവർക്കറിയാം, പാലക്കാട് ട്രാവൽ സീരീസിന്റെ അവസാന യാത്രയാണ് പാലക്കാട് നിന്ന് പളനിയിലേക്ക്. അപ്പോൾ നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. നിങ്ങൾ ഇത് കണ്ടോ? എന്ത് മനോഹരമാണല്ലേ. കാറ്റാടിപ്പാടം എന്ന് വെച്ചാൽ വിഡ് മിൽസ് അല്ലെങ്കിൽ വിഡ് ടെർബോനേറ്റുകൾ എന്നും ഇതിനെ വിളിക്കാം. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് കേട്ടോ ഇത്. കാറ്റ് കൂടുതലായി ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ സ്ഥാപിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ശക്തിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന മനോഹരമായ കാഴ്ച തന്നെയാണ് ഈ കാറ്റാടിപ്പാടങ്ങൾ. തമിഴ്നാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഇത് കാണാൻ പറ്റും. അങ്ങനെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ ഉദുമലൈപേട്ടൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. UDT എന്ന സ്റ്റേഷൻ കോഡിൽ അറിയപ്പെടുന്ന ഈ സ്റ്റേഷൻ പൊള്ളാച്ചി ഡിണ്ടിക്കൽ റെയിൽവേ പാതയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ ട്രെയിൻ പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വെസ്റ്റേൺ ഗേറ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു മനോഹരമായ ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് കേട്ടോ ഈ ഉദുമലൈപേട്ടൈ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ 2.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ പളനി റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിരിക്കുകയാണ്. ഏതാനും നിമിഷത്തിനകം നമ്മൾ പളനി സ്റ്റേഷനിൽ എത്തും. ഇപ്പോൾ സമയം 7:15 ആയിട്ടുണ്ട് കേട്ടോ. 6:55 എത്തേണ്ട ട്രെയിനാണ്. കുറച്ച് ലേറ്റ് ആയിട്ടുള്ളൂ, അധികം ലേറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷൻ. നല്ല ഭംഗിയുള്ള സ്റ്റേഷൻ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നല്ല വൃത്തിയുണ്ട്. എനിക്കിവിടെ തമിഴ്നാട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ നമ്മുടെ വിജയിയാണല്ലോ ഇപ്പോഴത്തെ CM. അപ്പോൾ നല്ല സ്റ്റേഷനാണ്. ക്ലീനിങ് പ്രോസസ്സൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി പുറത്തേക്ക് പോകാം. അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ നല്ല അടിപൊളി കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇതാണ് പളനി റെയിൽവേ സ്റ്റേഷന്റെ മുൻവശം. ഇപ്പോൾ അടുത്തെങ്ങാനും ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പോഴും ഇതിന്റെ പുതുമ ഈ സ്റ്റേഷനിൽ നിലനിൽക്കുന്നുണ്ട്. കണ്ടില്ലേ, മയിലിന്റെ ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ. ഒരു ക്ഷേത്രത്തിന്റെ ഡിസൈനിൽ, ഒരു ക്ഷേത്രത്തിന്റെ മോഡലിലാണ് കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. നല്ല വൃത്തിയുണ്ട് കാണാൻ. നല്ല ശാന്തമായ സ്ഥലത്താണ്. നല്ല വൃത്തിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇത് കണ്ടോ നിങ്ങൾ, കുതിരവണ്ടി. ഇത് നമ്മൾ നാട്ടിൽ അധികം കാണാത്ത, അധികം നല്ല ഒരു 90% ഇല്ലാത്ത ഒരു സംവിധാനമാണ് കേട്ടോ. ഇത് യാത്ര ചെയ്യാനാണ്. ഇതൊരു വേറിട്ടൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുതിരവണ്ടി കാണുന്നത്, അത് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഓട്ടോയും അവൈലബിൾ ആണ്. നമുക്ക് കുതിരവണ്ടിയിലോ ഓട്ടോയിലോ പോകാം. അമ്പലത്തിലേക്ക് 2 കിലോമീറ്റർ ദൂരമാണുള്ളത്. അവിടത്തേക്ക് ഞാൻ കുതിരവണ്ടിക്ക് റേറ്റ് ചോദിച്ചപ്പോൾ എന്നോട് 200 രൂപയാണ് കേട്ടോ പറഞ്ഞത്. ഓട്ടോയ്ക്ക് 150 രൂപയും. പക്ഷേ ഒറ്റയടിക്ക് അവർ പറയുന്ന പൈസ കൊടുക്കാൻ നിൽക്കരുത്, കുറച്ച് ബാർഗെയിൻ ചെയ്യണം. കാരണം തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. പ്രത്യേകിച്ച് പുറത്തുള്ള ആൾക്കാർ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് നമ്മളെ പറ്റിക്കും. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഓട്ടോക്ക് ഞാൻ ചോദിച്ചപ്പോൾ 100 രൂപ പറഞ്ഞു. പിന്നെ ഞാൻ അതിൽ കയറിയിട്ട് അമ്പലത്തിലേക്ക് യാത്രയായി.
നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തെത്തി. അമ്പലത്തിന്റെ കുറച്ച് മുന്നേ ആണ് കേട്ടോ അത്. അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് ഇനി പോവില്ല. ഇവിടെ തന്നെ ശരവണ ഭവ ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ചായ കുടിക്കേണ്ട ടൈം ആയിട്ടുണ്ട്. 8:30 മണിയായി. അങ്ങനെ ഭക്ഷണം കഴിക്കാന്ന് കരുതി നേരെ ഹോട്ടലിൽ കയറി. നല്ല നെയ് റോസ്റ്റ് പറഞ്ഞു കേട്ടോ. നെയ് റോസ്റ്റ്, പിന്നെ തമിഴ്നാട്ടിലെ ഫേമസ് ചട്നി, അതൊന്ന് കഴിച്ചു നോക്കണം. ഇതിനെക്കാട്ടും വലുപ്പമുണ്ട് അല്ലേ നെയ് റോസ്റ്റ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ, ഒരു രക്ഷയില്ല. ഭയങ്കര ടേസ്റ്റ്. ചട്നി പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അടിപൊളി ടേസ്റ്റ് ഭക്ഷണം തന്നെയായിരുന്നു. കൂടുതലും ഈ ഒരു പരിസര പ്രദേശത്ത് വെജിറ്റേറിയൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, നോൺ വെജ് കിട്ടില്ല. അപ്പോൾ നെയ് റോസ്റ്റ് ഒക്കെ കഴിച്ചു ഞാൻ നേരെ അമ്പലത്തിലേക്ക് നടന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അമ്പലത്തിന്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്ഷേത്രം കാണാം. മുരുകന്റെ വേലും പിന്നെ ഒരു വലിയൊരു കവാടൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വണ്ടിയോ കാര്യങ്ങളൊന്നും അലോഡ് അല്ല. ഇവിടെ ഒരു ഗേറ്റ് കണ്ടില്ലേ. അങ്ങനെ ഞാൻ ഉള്ളിൽ കയറി. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തെല്ലാം ഇഷ്ടം പോലെ ഭക്തരുണ്ട് കേട്ടോ. നല്ല തിരക്കാണ്, അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ ഈ മലയുടെ താഴ്വാരത്തെ അടിവാരം എന്നാണ് കേട്ടോ പറയാ. ഈ ഒരു പ്രദേശത്തെ അടിവാരം എന്നാണ് പറയുന്നത്. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വഴി മുരുകനെ കാണാൻ മലയുടെ മുകളിലേക്ക് പോകാം. ഇനി നേരെ ഈ ഒരു വഴിയെ പോകുകയാണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് കയറി മുരുകനെ കാണാൻ പോകാൻ പറ്റും. ഞാൻ എന്തായാലും സ്റ്റെപ്പ് കയറിയാണ് മുരുകനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതുവഴി പോവുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇന്നെന്തോ പ്രത്യേക ദിവസം ആണെന്നാ തോന്നുന്നത്, അറിയില്ല. നല്ല തിരക്കുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബാഗോ വല്ലതോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഏൽപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള സൗകര്യമാണിത് കേട്ടോ. ഒന്നൊന്നല്ല, ഒരുപാടുണ്ട് ഇതേപോലെ ക്ലോക്ക് റൂമുകൾ. നമ്മൾ തുടക്കത്തിലേ ക്ലോക്ക് റൂം കാണും, പക്ഷെ അവിടെ നിന്ന് വെക്കേണ്ട ആവശ്യമില്ല. അമ്പലത്തിന്റെ അടുത്തായിട്ട് ഇഷ്ടം പോലെ ക്ലോക്ക് റൂമുകൾ ഉണ്ട് കേട്ടോ. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാഗ് വെക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ബാഗ് വെച്ചു. പിന്നെ ഈ ഒരു കൗണ്ടർ ചെരുപ്പ് സൂക്ഷിക്കാനുള്ളതാണ് കേട്ടോ. അതാണെങ്കിൽ തികച്ചും സൗജന്യമാണ്. അമ്പലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചെരുപ്പ് ഇവിടെ അയച്ചു കൊടുത്താൽ നമുക്കൊരു ടോക്കൺ തരും. ആ ടോക്കൺ നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അമ്പലത്തിൽ പോയി നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ടോക്കൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെരുപ്പ് നമുക്ക് ഭദ്രമായിട്ട് തന്നെ തിരിച്ച് എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സൗകര്യം അതും തികച്ചും സൗജന്യമായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ഇത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ളതാണ്. മൊബൈൽ ഫോൺ, ക്യാമറ, ഇതൊന്നും അമ്പലത്തിനുള്ളിൽ അലോഡ് അല്ല. ഇത് അവിടെ അനൗൺസ്മെന്റും പിന്നെ ഒരുപാട് സ്ഥലത്ത് അതിന്റെ ബോർഡും ഒക്കെ ഉണ്ട്. ഇത് ലംഘിച്ചിട്ട് ആൾക്കാർ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ടാക്കാം. പക്ഷെ നമ്മൾ നിയമങ്ങൾ പാലിക്കണം ശരിക്ക്. അപ്പോൾ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെക്കാം. പിന്നെ ഇതുപോലത്തെ ഭക്തർക്കുള്ള ഒരുപാട് സൗകര്യങ്ങൾ ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് അറിയാത്തവരുണ്ടാകും, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് ബാത്റൂം ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ തലമുണ്ടനം ചെയ്യുന്നത് ഇവിടെ തികച്ചും ഫ്രീ ആണ് കേട്ടോ. ഇവിടെ വെച്ചിട്ട് നമുക്ക് തല മൊട്ടയടിക്കാൻ പറ്റും. അത് പൈസ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടാണ് ദേവസ്വം ബോർഡിന്റെ കീഴിൽ ചെയ്തു കൊടുക്കുന്നത്. അതൊരു നേർച്ച കൂടിയാണ് കേട്ടോ, മൊട്ട വെടിച്ചിട്ട് പളനി മല കയറുന്നത്. അപ്പൊ അതിനുള്ള ഒരുപാട്, ഈ ഒരെണ്ണല്ല, ഇതുപോലത്തെ ഒരുപാട് കൗണ്ടറുകൾ പളനിയിൽ ഇവിടെ തന്നെ അടിവാരത്തുണ്ട്. ഇതുണ്ടല്ലേ, സൗജന്യ മുണ്ടനം ചെയ്യൽ, ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് ഇവിടുന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം. പിന്നെ ഇത് ഇവിടുത്തെ ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇത് തികച്ചും സൗജന്യമായ ഒരു യാത്രയാണ്. നമുക്ക് പാർക്കിങ്ങിലും മറ്റുള്ള സ്ഥലങ്ങളെയൊക്കെ അടിവാരത്ത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റും. പൈസയൊന്നും ആവശ്യമില്ല, സൗജന്യമാണ്. ഇതിലൊന്ന് കയറി നോക്കണം. ഇപ്പോൾ കയറുന്നില്ല, ഇനി നേരെ ഞാൻ അമ്പലത്തിലേക്ക് കയറാൻ പോവുകയാണ്.
അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇതിലൊന്ന് കയറണം. അപ്പോൾ വേ ടു ഹിൽ ടെമ്പിൾ, ഇങ്ങോട്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മൊബൈൽ ഫോണും കാര്യങ്ങളും ഒന്നും ഇവിടെ അലോഡ് അല്ല. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ താഴെ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ചിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് മല. ഈ മലയുടെ മുകളിലാണ് നമ്മൾ കയറി എത്തേണ്ടത്. 693 പടികൾ അത്രത്തോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഹരഹരോ മുരുക, പടി കയറി മുരുകനെ കണ്ടിട്ട് വരാം. അങ്ങനെ ആ പടികളൊക്കെ കയറി മുരുകനെ കണ്ട് എല്ലാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാണുന്നത്, ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ട്രെയിനിൽ മലയുടെ മുകളിലേക്ക് പോകാമെന്ന്. ഈ ഒരു സംവിധാനം ഇവിടെയാണ് കേട്ടോ. അതിനുള്ളിലാണ് ട്രെയിൻ. അപ്പോൾ ട്രെയിൻ എന്ന് കേൾക്കുമ്പോൾ മലയുടെ മുകളിൽ കയറുന്ന ട്രെയിനോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ഒരു ട്രെയിൻ അല്ല, ഒരു ബസ്സിന്റെ സൈസുള്ള ഒരു ട്രെയിനാണ്. നമുക്കതിന്റെ വീഡിയോ കിട്ടുമോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ. അപ്പോൾ ഇതൊക്കെ അതിനുള്ള ക്യൂ ആണ് കേട്ടോ. ഇത്രയും ആൾക്കാർ അതിനുള്ള വെയിറ്റിംഗ് ആണ്. ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ട്രെയിന്, കണ്ടില്ലേ പോകുന്നത്, കാണുന്നുണ്ടോ? ശരിക്കും ഇത് പ്രായമുള്ള ആൾക്കാർക്കും പിന്നെ പടിക്കെട്ടുകൾ കയറാൻ സാധിക്കാത്തവർക്കുമുള്ള സൗകര്യപ്രദമായിട്ട് ഉണ്ടാക്കിയതാണ്. ആദ്യം ഇതൊരു റോപ്പായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് ഇത് ഈ ഒരു രൂപത്തിലേക്ക് ആക്കിയത്. അടിപൊളിയല്ലേ? ഇതിങ്ങനെ പതുക്കെ കയറുള്ളൂ. ഇതുപോലത്തെ 3 എണ്ണമുണ്ട്. അപ്പോൾ നല്ല ക്യൂ ആയതുകൊണ്ട് എനിക്കിതിലേക്ക് ഒന്ന് കയറണം എന്നുണ്ടായിരുന്നു, പക്ഷേ കയറാൻ പറ്റിയില്ല. നല്ല ക്യൂ ആയിരുന്നു. അടിപൊളിയല്ലേ പരിപാടി? നൈസ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇലക്ട്രിക് വണ്ടി വന്നു കേട്ടോ. നല്ലൊരു കുട്ടി വണ്ടിയാണ്, ഇലക്ട്രിക് സൗണ്ട് ഒന്നും ഇല്ല. അപ്പോൾ ഇതിലൊന്ന് കയറിയിട്ട് ഇവിടെയുള്ള പാർക്കിംഗ് ഏരിയയിലേക്ക് ഒന്ന് പോകാമെന്ന് കരുതി അങ്ങനെ അതിലേക്ക് കയറി കേട്ടോ. അങ്ങനെ പാർക്കിംഗ് ഏരിയയിൽ ഇറങ്ങി കേട്ടോ. നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നേ. ഫ്രീ ആയിട്ട് നൽകുന്നത് വലിയ കാര്യമാണ് കേട്ടോ ഇവിടെ വരുന്ന ആൾക്കാർക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ കേട്ടോ. അത്യാവശ്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടുന്ന് ഞാൻ പോകുന്നത് ഇടുമ്പൻ മലയിലേക്കാണ്. ഇടുമ്പൻ മലയിലാണ് ഇടുമ്പൻ സ്വാമി ക്ഷേത്രം ഉള്ളത്. നമ്മൾ പളനിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഇടുമ്പൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കയറിയ ശേഷമാണ് മുരുകനെ കാണാൻ പോകേണ്ടത് എന്നാണ് ആചാരം. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഇതാണ് ഇടുമ്പൻ സ്വാമി ക്ഷേത്രം. 540ഓളം പടികളുണ്ട് കേട്ടോ. ഇത് കയറി വേണം ക്ഷേത്രത്തിലെത്താൻ. ഇവിടുത്തെ പ്രധാന നേർച്ച ചുരുട്ടാണ് കേട്ടോ. ചുരുട്ട്, ചന്ദനത്തിരി, കർപ്പൂരം, ഇതാണ് ഇടുമ്പൻ സ്വാമിക്കുള്ള പ്രധാന നേർച്ച. ഇത് ഞാൻ ഇവിടെയുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് മേടിച്ച്, ചേച്ചി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ, ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അതിനുശേഷം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു വഴിപാടിനുള്ള സാധനങ്ങൾ മേടിച്ച് നേരെ ക്ഷേത്രത്തിലേക്ക് നടന്നു. അങ്ങനെ പടികൾ കയറി കുറച്ചു മുകളിൽ എത്തിയപ്പോഴേക്കും നമുക്ക് മുരുകക്ഷേത്രമലയുടെ കാഴ്ച കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇനിയും നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. അങ്ങനെ നമ്മൾ 540 പടികളും കയറി ഇടുമ്പൻ മലയുടെ ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇടുമ്പൻ സ്വാമി ക്ഷേത്രം. ഇവിടുത്തെ ഐതിഹ്യം അനുസരിച്ച് ശിവഗിരിയും ശക്തിഗിരിയും കാവടിയാടി ചുമന്നു കൊണ്ടുവന്ന ഇടുമ്പൻ ഇവിടെ വെച്ചാണ് ബാലനായ മുരുകനെ കണ്ടുമുട്ടിയത്. ഇന്ന് ഈ മലമുകളിൽ ഇടുമ്പൻ സ്വാമിയുടെ ക്ഷേത്രവും 13 അടി ഉയരമുള്ള വിഗ്രഹവും നമുക്കിവിടെ കാണാൻ കഴിയും.
ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും നമുക്ക് മുരുക ക്ഷേത്രവും മുരുക മലയും നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഇപ്പുറത്ത് ഇടുമ്പൻ സ്വാമി ക്ഷേത്രവും അപ്പുറത്ത് മുരുകൻ ക്ഷേത്രവും. എന്താല്ലേ കാഴ്ച, ഭയങ്കര രസമാട്ടോ. ഇതിന്റെ മുകളിൽ കയറിയാൽ തന്നെ സന്തോഷാവും നമുക്ക്. അത്രയും താഴ്ചയിൽ നിന്നാണ് നമ്മൾ ഇവിടെ കയറി വന്നിട്ടുള്ളത് കേട്ടോ. കയറി കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിനെ കാണാൻ മാത്രമല്ല മനോഹരമായ കാഴ്ചയുമാണ് ഇവിടെയുള്ളത്. മുരുക ക്ഷേത്രവും മുരുക മലയും നമുക്ക് നല്ല സുന്ദരമായിട്ട് ഇവിടുന്ന് കാണാൻ പറ്റും. അതുകൂടാതെ പളനി എന്ന നഗരത്തെ അതിമനോഹരമായി ഇതിന്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇടുമ്പൻ മലയുടെ പടികൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ എതിർവശത്ത് പളനി മുരുകൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ മനോഹരമായ കാഴ്ച. പക്ഷേ ഈ കാഴ്ചയോടെ അവസാനിക്കുന്നത് ഒരു യാത്ര മാത്രമാണ്. ഓർമ്മകൾ ഇവിടെ അവസാനിക്കുന്നില്ല. പാലക്കാടിന്റെ പച്ചപ്പും അണക്കെട്ടും ക്ഷേത്രങ്ങളും ഗ്രാമ കാഴ്ചകളും ഓരോ സ്ഥലവും ഈ യാത്രയ്ക്ക് ഓരോ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. പാലക്കാടിനെ തേടി തുടങ്ങിയ ഈ യാത്ര ഇന്ന് പളനിയിലെ ഈ മലമുകളിൽ എത്തി നിൽക്കുകയാണ്. യാത്രകൾ നമ്മളെ പുതിയ സ്ഥലങ്ങളിലേക്ക് മാത്രമല്ല പുതിയ അനുഭവങ്ങളിലേക്കും കൊണ്ടുപോകുന്നു. ഇതായിരുന്നു എൻ്റെ പാലക്കാട് ട്രാവൽ സീരീസ്. ഈ യാത്രയിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് യാത്രകൾ, ഒരുപാട് കഥകൾ. അടുത്ത യാത്രയിൽ വീണ്ടും കാണാം. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അഖിൽ എക്സ്പ്ലോറർ 2.0 സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. Until then, keep exploring.